മയ്യത്ത് നിസ്കാരം അതിൻ്റെ റൂഹ്, അതിൻ്റെ കാതൽ എന്ന് പറയുന്നത് അതിൽ ദുആയാണ്. മഹാഭൂരിപക്ഷത്തിനും അറിയാത്തതും അത് തന്നെയാണ്. ഞാനൊരു സ്വകാര്യമായ ദുഃഖങ്ങളോട് പറയുന്ന ഈ ഉമ്മത്തിൻ്റെ മയ്യത്ത് നിസ്കാരത്തിന് ഏത് മക്കളും അതുപോലെ തന്നെ മറ്റു പലരും കുറച്ച് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ എന്നുള്ള ഇമാമത്ത് എന്ന് പറയും. എന്താ കാരണം എന്നറിയോ? ആ നിസ്കാരത്തിൽ ഉറക്കമൊന്നും പറയണ്ട. ഫാത്തിഹ ഓതനുണ്ട്, പ്രശ്നമൊന്നുമില്ല. ബാലപാഠം പഠിച്ചവർക്കൊക്കെ ഫാത്തിഹ അറിയാം. സ്വലാത്തി ചെല്ലുന്നുണ്ട്. നമ്മളെ നിസ്കാരത്തിൽ തശഹുദിൽ ചെല്ലുന്ന സ്വലാത്തി ചെല്ലുക. അത് രണ്ടും പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല മിക്ക ആളുകൾക്കും. മൂന്നാമത്തത് പ്രശ്നമാണ്. അല്ലാന്ന് ആര് പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ക്ലാസ് പിരിഞ്ഞു പോയിട്ട് നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കണം, എനിക്ക് ജനാസ നിസ്കരിക്കാൻ കൃത്യമായി ആ ദുആ പറയാൻ അറിയുമോ? ആണും ചിന്തിക്കണം, പെണ്ണും ചിന്തിക്കണം. അറിയുമോ? അള്ളാഹുവിനെ സ്തുതിക്കണം, നിലനിൽക്കാൻ പ്രാർത്ഥിക്കണം. അറിയില്ലേ? അടുത്ത നിമിഷം മുതൽ അത് പഠിക്കാൻ ആരംഭിക്കണം. അതിന് വേണ്ടി ഞാൻ അത് പറയണം. നമ്മളെ ബന്ധപ്പെട്ട ഒരാൾ മരിച്ചിട്ട് അപ്പം ദുആന്റെ ബുക്ക് തിരഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ല. അതുക്കാറിൻ്റെ ആപ്പ് തിരഞ്ഞിട്ടും കാര്യമില്ല. അത് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് നിർവഹിക്കാൻ കഴിയൂല.